ആ വാസവണ്ണ ഇന്നത്തെ പേപ്പർ ഉണ്ടല്ലോ ഒന്ന് വായിച്ചിട്ട് തരാം. അത് നിർത്തിടാ മോനെ, ഇപ്പോൾ പേപ്പർ ഒന്നും വരുത്താറില്ല ചേട്ടൻ. എന്തോ ചേട്ടാ ഇത്ര നേരമായിട്ട് ഈ തുണികളൊക്കെ കഴിയില്ലേ? ഇനി ഇതെപ്പോൾ കഴിയാനാ? ഇങ്ങനെയാണോ? നിനക്കറിയാമല്ലോടാ, അവൾക്ക് വയ്യാതെ കിടക്കുക, പിള്ളേരെ സ്കൂളിൽ വിടണം, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. അപ്പോൾ തുണിയൊക്കെ എനിക്ക് താമസിച്ചൊക്കെ പോകും. നീ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? ഞാനിപ്പോൾ വന്നിട്ടാ. ഈ ചെട്ടിക്ക് ഇത്ര കിഴുത്തേ ഉള്ളൂ, ഇതിലേക്കുള്ളു പറ്റത്തില്ല ഇനി അല്ലേ? കളയാറായില്ലേ ഇത്? എടാ ഞാൻ ഈ കിഴുത്തിയൊന്നും നോക്കാറില്ല. ഇത് അടിയിലിടുന്ന സാധനമല്ലേ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഈ പ്രാരാബ്ധ സമയത്തൊക്കെ ഇത് ആരാ നോക്കാൻ പോകുന്നത്? ജോലിയില്ലേ, ഒരു നല്ല ഒരെണ്ണം മേടിച്ചിട്ടൂടെ? നിനക്കറിയത്തില്ലയോ, എനിക്ക് ആകെപ്പാടെ 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. പിന്നെ മോളെ പഠിപ്പിക്കണം, പെണ്ണുമ്പിള്ളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇതെല്ലാം ചെയ്യണം. ഇതിനൊക്കെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ മോള് പറഞ്ഞു സ്കൂളിലോട്ട് വരുമ്പം ഈ പറഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ട് വരില്ലെന്ന്. അപ്പം എൻ്റെ മനസ്സുണ്ടല്ലോ കീരടാ, ആ സ്ഥലത്ത് ഈ ചെട്ടിയുടെ കീറിലൊന്നും ഒന്നുമല്ല. മക്കൾക്ക് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയാണിത്. മക്കൾ വലുതായി അച്ഛനെയും അമ്മയെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ ആ വിഷമങ്ങൾ അവർ മറക്കുന്നു.